ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ മൂകാംബികയിൽ നിന്നും പുറപ്പെട്ടു രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ബൈന്ദൂരെത്തി. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളിപ്പോൾ മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണം ഇനി അമ്പലത്തിലേക്ക് പോകാം. നമ്മൾ ഈ ഓട്ടോയിലാട്ടോ വന്നിറങ്ങിയത്. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിൽ വന്നിറങ്ങി. നല്ല രസമുണ്ടേ ഇവിടെ. എന്നിട്ട് ആ ഒരു വ്യൂ, നൈറ്റ് ഫുള്ള് ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളാണ്. ഭയങ്കര സംഭവം. 1 2 3 4 5 6 7 8 9 10 11 12 15 16 17 18 അല്ലേ? സൈഡില് ബീച്ചാട്ടോ. ബീച്ചല്ല, അവിടെ തോന്നുന്നു ആളുകളൊക്കെ ഇറങ്ങുന്ന അങ്ങറ്റത്ത്. എവിടെ നോക്കിയാലും കിട്ടില്ല വ്യൂവാ. നല്ല തിരക്കുണ്ട്, ഭയങ്കര തിരക്കുണ്ട് അകത്തോട്ട് കയറാനായിട്ട്. നമ്മൾ ഈ ബാഗും ചെരുപ്പൊക്കെ എവിടെ വെക്കുമോ എന്നുള്ളതാണ് ടാസ്ക്. നോക്കട്ടെ, ഫിഗർ ഔട്ട് ചെയ്തിട്ട് വരാം. നമുക്ക് ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ട് അതല്ല, അവിടെ സ്റ്റാൻഡുണ്ട്, നമുക്ക് അവിടെ കൊണ്ടുവെക്കാം. വീഡിയോസൊക്കെ എടുത്ത് ഫോണിലാണ് സ്പേസ് കുറവാണ്. എനിക്കാണ് നോട്ടിഫിക്കേഷൻ വന്നു. മിക്കവാറും വീഡിയോ എല്ലാം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഹാർദിക് പാണ്ഡ്യ നിൽക്കുന്നു, വൈറ്റ് ഷർട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അങ്ങോട്ട് നല്ല മുട്ടൻ 2 ആന അകമ്പടിയോടെ നമുക്ക് ഇവിടുന്ന് അകത്തോട്ട് കയറാം. ഇതിന്റെ ക്യൂ ആണോ ഇത്? ഇവിടെ ഇങ്ങനൊരു ക്യൂ ഉണ്ട്. എനിക്ക് അത്രേ ഡൗട്ട് ഉണ്ടായിരുന്നു ലഗേജ് വെക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പം അകത്ത് കയറിയിട്ട് പിന്നെ തിരിച്ചു വരുന്ന റിസ്ക് അല്ലേ, അതുകൊണ്ട് ഇവിടെ ലഗേജ് റൂമുണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയി ലഗേജ് വെച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ പിന്നെ അകത്ത് കയറിയിട്ട് പിന്നെ അവർക്ക് പറ്റത്തില്ലെന്ന് പറയണ വീണ്ടും തിരിച്ചിറങ്ങേണ്ടി വരും. അവിടെ പോവാ. ഇവിടെ ബാഗ് ലഗേജ് വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് 20 രൂപ കേട്ടോ ബാഗിന് വെക്കുന്നതിന്. പറയാൻ കാരണം അവിടെ GPയിലുള്ള ക്യാഷ് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ 10 രൂപ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു നോട്ട് പെയ്ഡ് അവിടെ തന്ന റെസിപ്റ്റിനകത്തുണ്ട്. അപ്പോൾ തിരിച്ച് ബാഗ് എടുക്കാൻ ചെല്ലുമ്പം ബാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളാ കണ്ട ആ ക്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാ കണ്ട ഗോപുരമില്ലേ, ആ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 20 രൂപ ടിക്കറ്റ് എന്തോ ആയിരുന്നു. അത് വാങ്ങിയിട്ട് നമുക്ക് ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റിൽ ഏറ്റവും മുകളിൽ ചെല്ലാം. അങ്ങൊരു മലയോട്ടേക്ക് ഇരിക്കുന്നല്ലേ, ഐലൻഡ്. എടാ, ഈ വ്യൂ ഒക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുക. നിങ്ങൾ ആ വ്യൂ ഒന്ന് നോക്കിയേ. ആ കടൽ തിരമാല പോലും ഇല്ല, സ്റ്റില്ലായിട്ട് നിൽക്കുന്ന, ഒരു പെയിന്റ് അടിച്ച് വെച്ചേക്കുന്ന പോലും ഇല്ലേ, ഒരു ആർട്ട് കണക്കുണ്ട്. നോക്കിയേ, ആ മലകൾ, ആ ഒരു മേഘങ്ങൾ. ഓ ഇല്ല, അവിടെ നോ അഡ്മിഷൻ എടുത്തേ. മോളിക്കല്ലേ ഈ വയ്യാത്തവരൊക്കെ അവിടെ കയറും. ഇവിടെ ഒരുപാട് സ്റ്റോളുകളൊക്കെ ഉണ്ട്. മേളിൽ നിന്നപ്പോഴൊക്കെ കാണുന്നത്. നമ്മൾ ലഗേജ് വെക്കാൻ പോയി അവിടെ. ലഗേജ് റൂം അവിടെ. ഇതിൽ കൂടെ നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ പോകാം. എവിടെ ആയാലും ഈ ഒരു വ്യൂവേ കിട്ടത്തുള്ളൂ. ഇത് നോക്കിക്കോണേ, മേളിൽ പോയി നോക്കാം. അതിനടുത്ത് നമ്മൾ ലൈറ്റ് ഹൗസൊക്കെ പോലെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഇതായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. നമ്മൾ ആ കണ്ട വലിയ ഒരു ഗോപുരമുണ്ട്, ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിൽക്കുമ്പം അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ ഒരു ശിവ സ്റ്റാച്ചു ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും 2ാമത്തെ ശിവ സ്റ്റാച്ചു എന്തോ ആണിത്. നമുക്കിപ്പോൾ ലിഫ്റ്റ് വരും, നമുക്ക് ലിഫ്റ്റിൽ പോവാം. താഴെ പോയിട്ട് ഇനി അമ്പലത്തിനടുത്തോട്ട് പോവാം. അപ്പോൾ നമുക്കിനി മുരുടേശ്വര അമ്പലത്തിലേക്ക് കയറാം. ഈ ഗോപുരത്തിൽ നിന്ന് അകത്തോട്ടാണ് നമുക്ക് അമ്പലത്തിലോട്ട് പോകുന്നത്. ആ അമ്പലത്തിൻ്റെയും ബാക്കിലാണ് ആ ശിവ സ്റ്റാച്ചു വരുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു.
ഇവിടെ അന്നദാന ഹോളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുഡ് ഇവിടുന്ന് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഇവിടെ കൂപ്പൺ എടുക്കണം. ഇല്ല, ഇവിടെ എന്തോ കൂപ്പൺ എന്തോ എടുക്കണം തോന്നുന്നു. കൂപ്പൺ എടുത്തെങ്കിൽ നമുക്ക് അവിടെ പോയി ക്യൂവിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കൂപ്പൺ തന്നെ, അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നത്. വിശാലമായ ഒരു സദ്യാലയമാണ്. നമുക്ക് ഇവിടെ എവിടെയും പോയിരിക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തോണ്ട് വേണ്ട അവർ തന്നെ വിളമ്പുന്ന പരിപാടിയൊക്കെ. അത് കൊള്ളാം, നല്ല പരിപാടിയായിരിക്കും. ഇവർ പ്ലേറ്റിൽ ഇപ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പ്ലേറ്റ് വാഷ് ചെയ്തിട്ട് അടുത്ത് ഇതിനകത്ത് ഒഴിക്കണം അല്ലേ? ഓരോരോ സെറ്റപ്പുകൾ. എൻ്റെ ചമ്മന്തിക്കകത്ത് അച്ചാർ കൊണ്ടുവന്നിട്ട് പോയി. നിങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ വെറുതെ ഹോട്ടലിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ എല്ലാ ദിവസവും അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കയറി കഴിച്ചാൽ മതി. നല്ല അടിപൊളി ഫുഡാട്ടോ, നല്ല ടേസ്റ്റാണ്. ഉള്ള പറയാമല്ലോ. ഇവരുടെ ആദ്യമേ ഒഴിച്ച ആ ഒരു രസം പോലത്തെ കറി, പിന്നീട് ഇപ്പോൾ സാമ്പാർ ഒഴിക്കുന്നുണ്ട്. അച്ചാർ, ചട്നി, അതെല്ലാം കൂടെ ആയിട്ട് കഴിക്കാൻ തന്നെ നല്ല ചൂടോടെ എന്ത് രുചിയാണെന്നറിയാമോ? നിങ്ങളതൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നല്ല വെറുതല്ലേ, നല്ല ചൂടുണ്ട്. മുട്ട വെച്ച് കഴിഞ്ഞാൽ ബൂസയാവും. അതേപോലെ ചൂടുണ്ട്. ചെരിപ്പ് അവിടെ പോയി ചെക്കുന്നുണ്ട് ഫുള്ള്. അപ്പം നമ്മൾ അവിടുന്ന് സദ്യാലയം അവിടെ ആയിരുന്നു. അവിടെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി മറ്റേ ആ ശിവ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. അപ്പോൾ കാര്യമുള്ളത് നമ്മൾ ഹുണ്ടി നോക്കിയെന്നാ. ഹുണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വഞ്ചി എന്ന് പറയുന്നത് കേട്ടോ. വഞ്ചിക്കാണ് ഹുണ്ടി എന്ന് പറയുന്നത്. അപ്പം അത് നോക്കി വന്നതാണ്. ഈ അച്ഛൻ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയി. ഞാൻ അതിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോണേ, വേറെ വഴിയാന്ന് തോന്നുന്നു. നോക്കട്ടെ. നമ്മളുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ആകെ ഉള്ളത് ആ സ്റ്റാച്യൂൻ്റെ അടുത്ത് പോവാം. പിന്നെ ഈ ബീച്ചിൻ്റെ അടുത്ത് എന്തോ പരിപാടിയുണ്ട്. അപ്പം അവരേക്ക് അങ്ങോട്ട് പോയി അവരുടെ പുറമെ പോവാം. ഇതുവഴിയാണ് പോകുന്നതെന്ന് ആരോ പറഞ്ഞു. അപ്പം അത് അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി തന്നെ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എത്ര രൂപയാണോ? രസികൻ സിനിമ കണ്ടപ്പോൾ തൊട്ടുകൊള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് വരണം എന്നുള്ളത്. ആർ.എൻ. ഷെട്ടി ഇവിടുത്തെ ആരോ ആണ്. ഇതിലിപ്പം കൺസ്ട്രക്ഷൻസ് വർക്ക് കിടക്കണം, പെയിൻ്റ് അടിയൊക്കെ കിടക്കും. അപ്പം അതിൻ്റെയാണ് ആ ഒരു ഫ്രെയിമൊക്കെ ഇരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മളതിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ. ലോകത്തിലെ രണ്ടാമത്തെ ശിവ സ്റ്റാച്ചു അത്. 123 അടി. എന്താ അല്ലേ, നോക്കിയേ. ആ ഒരു സ്റ്റാച്ചുവിന് മുമ്പിൽ നമ്മളങ്ങ് ഒന്നുമല്ല. ഭയങ്കര ഒരു വൈബാട്ടോ, ഒരു അറ്റ്മോസ്ഫിയർ. ഇതിൻ്റെ അകത്തോട്ട് എൻട്രി ഉണ്ടേ. ഒരു എൻട്രി ഉണ്ടേ. കൈലാസ കേവ് എൻട്രൻസ് 20 രൂപ ഒരാൾക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു ശിവ സ്റ്റാച്യുവിൻ്റെ താഴെയാണ്. അതിൻ്റെ താഴെ ഒരു സ്പേസ് അവരത് യൂട്ടിലൈസ് ചെയ്ത് 20 രൂപയ്ക്ക് ആളെ കയറ്റി ഇവിടെ കുറച്ച് ശില്പങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊരു ഇതാക്കി. അത് നല്ല കാര്യമാണ്, നല്ല രസമുണ്ട് വർക്കുകളൊക്കെ. ഇപ്പം
അതാണ് സംഭവം. ഇവിടാണ് ക്ലൈമാക്സ് ആണ് എന്താ ആക്ച്വലി ഉള്ളത്. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാവേ. അത് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്, കാണിച്ചു തരാം. ഈ ഒരു വർക്കിൻ്റെ ഒരു ഫ്രെയിംസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലുള്ളതിൻ്റെ ഒരു ലുക്കിനെ പറ്റിയാണ് ഞാൻ ആലോചിച്ചു വന്നത്. എന്ത് രസമായിരിക്കും. എടേ, നിങ്ങളാ നന്ദി സ്റ്റാച്ചുവിൻ്റെ ആ സൈസ് ഒന്ന് നോക്കി. നമ്മളൊക്കെ കുറച്ചിരിയേ ഉള്ളൂ, അടിയിൽ കൂടെ ആളുകൾ നടന്നു പോകുന്നുണ്ടോ. അത് അത്രയ്ക്കും വലിയൊരു സ്റ്റാച്ചു ആണ്. അപ്പം പിന്നെ ശിവൻ്റെ സ്റ്റാച്ചു ഒക്കെ നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു ഫീൽ എന്തുമായിരിക്കുമെന്ന്. ആ ഫ്രെയിംസ് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ആ മണ്ണിൽ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ രസികൻ സിനിമ കണ്ടിടം തൊട്ടൊക്കെ എനിക്ക് ഈ സ്ഥലത്തേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാച്യു ഇങ്ങനൊരു ഫോട്ടോ എന്ത് കണ്ടാലും എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ആ പാട്ടില്ലേ, ആരഹര ശങ്കര, ആ പാട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഇനി നമ്മൾ ബീച്ചിലൊന്ന് പോകണം എന്ന് പറയുന്നു. അപ്പോൾ ബീച്ചിലും പോയതിനു ശേഷം തിരിച്ച് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. ഇവിടെ എല്ലാം പലതരത്തിലുള്ള കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സുകളും സ്നാക്സും പിന്നെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉള്ളത്. എത്ര രൂപയെന്ന് അറിയത്തില്ല. പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. ബോട്ട് റൈഡ്, ഐലൻഡ് റൈഡ്, പാരാസൈഡിങ്, കുഴി. അറിയില്ലേ, 2000 വണ്ടിക്ക് പോവാ. 1.5 രണ്ടുപേരെ ബലൂണിനകത്ത് ഇട്ടേക്കുന്നേ പോകണ്ട അങ്ങ്, എന്നിട്ട് വെള്ളത്തിലോട്ട് ഇറക്കുമായിരിക്കും. നമ്മൾ മുകളിൽ നിന്ന് കണ്ടാണ് കല്ലട. ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇഷ്ടംപോലെ ഈ ആക്ടിവിറ്റീസ്, ഓരോ റൈഡൊക്കെ ഉണ്ട്. ജെറ്റ് സ്കി റൈഡുണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, അല്ലാണ്ട് ബോട്ട് റൈഡുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബലൂണിനകത്ത് കയറുന്ന പരിപാടിയുണ്ട്, ബനാന ബോട്ട് റൈഡുണ്ട്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ ആളുകളെ എൻഗേജിങ് ചെയ്യിക്കാവോ, എങ്ങനെയൊക്കെ ക്യാഷിൻ്റെ സെറ്റ്, ആ ഒരു ടൂറിസം ഉണ്ടല്ലോ, അത് പക്കയാണ്. നല്ല തിരക്കാണെങ്കിൽ കൂടി അവരതെല്ലാം പക്കയായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്, സേഫ്റ്റിയുടെ കാര്യങ്ങളും എല്ലാം. അടുത്തുനിന്ന് ബാഗും വാങ്ങി തിരിച്ചിട്ട് നടക്കുക. ഇനി ഇവിടുന്ന് എങ്ങനെയെങ്കിലും നമുക്ക് നേരത്തെ നമ്മൾ ഇറങ്ങിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അവിടുന്ന് നമുക്ക് ഉടുപ്പിയിലേക്ക് ട്രെയിനുള്ളത്. അപ്പോൾ അവിടേക്ക് എങ്ങനെയും എത്താൻ നോക്കാം. നമ്മൾ വീണ്ടും തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം, വെയിറ്റ് ചെയ്യാം. ട്രെയിൻ വരുമ്പോൾ നമുക്ക് ഉടുപ്പിയിലേക്ക് പോകാം. ഒരു കോച്ചേ ഉള്ളൂ, ആ ഒരു ഇതേ ഉള്ളെന്ന് തോന്നുന്നു. ഇതിനകത്തുണ്ടല്ലോ, ഇതിൽ കയറിയ നമ്മൾ അവിടുന്ന് ട്രെയിൻ കയറി. ഇതിപ്പം ബൈന്ദൂരാന്ന് തോന്നുന്നു. ബൈന്ദൂർ നമ്മൾ വന്ന സ്റ്റേഷൻ രാവിലെ. അപ്പം ഇവിടുന്ന് ഇനിയും ഓടിയിട്ട് വേണം ഉടുപ്പിയിലേക്ക് പോകാൻ. അപ്പോൾ നമുക്കിനി ഉടുപ്പിയിൽ ചെന്നിട്ട് കാണാം. ഞാൻ കിടക്കാൻ പറ്റുന്നൊരു ദിവസം വാങ്ങട്ടെ.